നമസ്കാരം. നമുക്കറിയാം നമ്മുടെ നാട്ടിൽ ഒരുപാട് ക്ഷേത്രങ്ങളുണ്ട് എന്ന്. അതുപോലെ തന്നെ പല ക്ഷേത്രങ്ങളിലും ഒരുപാട് സ്വത്തുക്കളുള്ള വിവരവും നമുക്കറിയാം. ഈ ക്ഷേത്രങ്ങളെയെല്ലാം ചുറ്റിപ്പറ്റി രാജഭരണവും രാജാക്കന്മാരും ഉള്ള കാര്യവും നമുക്കറിയാം. എങ്ങനെയായിരിക്കാം ഈ ഒരു സമ്പ്രദായം വന്നത്? എങ്ങനെയായിരിക്കാം ഈ ക്ഷേത്രങ്ങളിലൊക്കെ ഇത്രയും പണമുണ്ടായത്? നമുക്ക് ആ വിഷയത്തെ ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് പരിശോധിച്ച് നോക്കാം. അതിനു വേണ്ടിയിട്ട് നമുക്ക് ഉദാഹരണമായിട്ട് എടുക്കാവുന്നത് 6000 വർഷങ്ങൾക്ക് മുമ്പുണ്ടായിരുന്ന ഒരു സുമേറിയൻ സംസ്കാരത്തിൽ നിന്ന് നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം. ആ കാലഘട്ടത്തിൽ അവിടെ ഒരുപാട് ക്ഷേത്രങ്ങളുണ്ടായിരുന്നു. ആ ക്ഷേത്രങ്ങൾ എല്ലാം ആരാധനാലയങ്ങൾ മാത്രമായിരുന്നില്ല. ആ ക്ഷേത്രങ്ങൾ ആ നാടിൻ്റെ സമ്പദ് വ്യവസ്ഥയെ താങ്ങി നിർത്തിയതായിരുന്നു. അതുപോലെ തന്നെ പല രാഷ്ട്രീയമായ തീരുമാനങ്ങൾ എടുത്തിരുന്നതും ആ ക്ഷേത്രത്തെ ചുറ്റിപ്പറ്റിയായിരുന്നു. നമുക്ക് അന്നത്തെ ദൈവങ്ങളെ കുറച്ചുകൂടി റിലേറ്റ് ചെയ്യാൻ പറ്റുന്നത്, ഇന്നത്തെ കാലത്ത് ഒരുപാട് വലിയ കമ്പനികൾ നമ്മുടെ ചുറ്റുമില്ലേ? ഗൂഗിളും മൈക്രോസോഫ്റ്റും പോലെയുള്ള വലിയ കമ്പനികൾ. അതുപോലുള്ള കമ്പനികളെ പോലെയായിരുന്നു അന്നത്തെ സുമേറിയയിലെ ദൈവങ്ങൾ ഭരിച്ചിരുന്നത്. നമുക്കതിനെ കുറച്ചുകൂടി വിശദമായിട്ടൊന്ന് നോക്കാം. അതായത് ഈ ഒരു കോർപ്പറേറ്റ് കമ്പനി എന്ന് പറയുമ്പോൾ ആ കമ്പനിക്ക് സ്വന്തമായി ബിൽഡിങ്ങുകൾ ഉണ്ടാവും. അതുപോലെ തന്നെ അവർക്ക് ഒരുപാട് ജോലിക്കാരുണ്ടാകും. കടം കൊടുക്കാനും കടം വാങ്ങാനുമുള്ള കഴിവുണ്ടാവും. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ആണ് ഈ ഒരു കോർപ്പറേറ്റ് കമ്പനികൾ എല്ലാം മാനേജ് ചെയ്യുന്നത്. അങ്ങനെ ഒരു സിസ്റ്റം പോലെ തന്നെയായിരുന്നു അന്നത്തെ ദൈവങ്ങളും അവരുടെ പരിസരവും അവരുടെ ചുറ്റുപാടും ഒക്കെ മാനേജ് ചെയ്തിരുന്നത്. അവർക്ക് അടിമകൾ ഉണ്ടാവാറുണ്ട്. അതുപോലെ തന്നെ വയലുകളുണ്ട്. അവർ പാലം പണിയാറുണ്ട്, തോട് പണിയാറുണ്ട്. അതിന് തൊഴിലാളികളെ നിയമിക്കാറുണ്ട്. തൊഴിലാളികൾക്ക് ശമ്പളം കൊടുക്കാറുണ്ട്. അതുപോലെ തന്നെ ആളുകൾക്ക് കടം കൊടുക്കാറുണ്ട്, കടം വാങ്ങാറുണ്ട്. ഇങ്ങനെയായിരുന്നു ഈ പറഞ്ഞ സുമേറിയയിലെ ദൈവങ്ങളെല്ലാം ഭരിച്ചുകൊണ്ടിരുന്നത് ആ നാടിനെ. ഈ ദൈവങ്ങൾ ഒരിക്കലും മരിക്കാത്തത് കൊണ്ട്, അതുപോലെ തന്നെ അവർക്ക് പിന്തുടർച്ചക്കാരായി മക്കളൊന്നും ഇല്ലാത്തത് കൊണ്ട് അവരുടെ സ്വത്തുക്കൾ കാലക്രമേണ കൂടിക്കൂടി വന്നു. കൂടുതൽ സുമേറിയക്കാർ ദൈവത്തിൻ്റെ വേലക്കാരായും ദൈവത്തിൽ നിന്ന് കടം വാങ്ങുന്നവരായും അതുപോലെ തന്നെ ദൈവത്തിൻ്റെ നിലങ്ങളിൽ കൃഷി ചെയ്യുന്നവരായും ദൈവത്തിന് കപ്പം കൊടുക്കുന്നവരായും ഒക്കെ ഇങ്ങനെ വളർന്നുകൊണ്ടേയിരുന്നു. ഇന്നത്തെ കാലത്ത് സാൻ ഫ്രാൻസിസ്കോയിലുള്ള ഒരു ജോൺ ഗൂഗിളിൽ ജോലി ചെയ്യുകയാണെന്ന് പറയുന്നത് പോലെ, അല്ലെങ്കിൽ ഒരു മേരി എന്നൊരു സ്ത്രീ മൈക്രോസോഫ്റ്റിലെ ജോലിക്കാരിയാണ് എന്ന് പറയുന്നത് പോലെ, അന്നത്തെ സുമേറിയയിലെ ഒരു പൗരൻ പറയുമായിരുന്നു, ഞാൻ ഇനന്ന എന്ന ദൈവത്തിന് വേണ്ടിയിട്ടാണ് ജോലി ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ അയൽക്കാരനായ മറ്റൊരു അയൽവാസി പറയും, ഞാൻ എൻകി എന്ന് പറയുന്ന ദൈവത്തിന് വേണ്ടിയിട്ടാണ് ജോലി ചെയ്യുന്നത് എന്ന്. ഈ പറഞ്ഞ എൻകിയുടെയും ഇനന്നയുടെയും ഒക്കെ ക്ഷേത്രങ്ങൾ ഈ പറഞ്ഞ സുമേറിയൻ പട്ടണത്തിൽ വലിയ രീതിയിൽ ഉയർന്നു നിൽക്കുന്നത് കാണാൻ പറ്റും. അതുപോലെ തന്നെ അവരുടെ മുദ്രകളും അവരുടെ രീതികളും ഒക്കെ പിന്തുടരുന്ന ഒരുപാട് ജോലിക്കാരെയും നമുക്ക് അവർക്ക് ചുറ്റും കാണാൻ കഴിയും. ഇന്നത്തെ മൈക്രോസോഫ്റ്റിനും ഗൂഗിളിനും ഒക്കെ ചുറ്റുമുള്ള പോലെ അവർക്ക് സ്വന്തമായി ലോഗോ ഉള്ളതുപോലെ, അവർക്ക് സ്വന്തമായി ഒരു ഐഡൻറ്റിറ്റി ഉള്ളതുപോലെ അന്നത്തെ കാലത്തെ സുമേറിയയിലെ ദൈവങ്ങൾക്കും സ്വന്തമായ ഐഡൻറ്റിറ്റി ഉണ്ടായിരുന്നു. അവരും സ്വന്തമായി ഒരുപാട് ജോലിക്കാരെ തീറ്റിപ്പോറ്റിയിരുന്നു. നമുക്കറിയാം ഇതുപോലുള്ള ദൈവങ്ങൾക്ക് ഇങ്ങനത്തെ വ്യവസായ സ്ഥാപനങ്ങളൊന്നും നടത്താൻ കഴിയില്ല എന്ന്. അപ്പോൾ അവർക്ക് വേണ്ടി ആരായിരിക്കും ഈ പറഞ്ഞ സ്ഥാപനങ്ങളെല്ലാം നടത്തിക്കൊണ്ടു പോയത്? അവിടെയാണ് പുരോഹിതന്മാർ രംഗപ്രവേശനം ചെയ്യുന്നത്. ഈ പറഞ്ഞ ദൈവങ്ങൾക്ക് വേണ്ടിയിട്ട് ഈ വക കാര്യങ്ങളെല്ലാം നോക്കി നടത്തിയിരുന്നത് പുരോഹിതന്മാരായിരുന്നു. കാലക്രമേണ ഈ ദൈവങ്ങളുടെ സ്വത്തുക്കളെല്ലാം കൂടി വന്നു. സ്വത്തുക്കൾ കൂടുന്നതനുസരിച്ച് പുരോഹിതർക്ക് ഇതെല്ലാം നിയന്ത്രിച്ച് നടത്താൻ കഴിയാതെ വന്നു. അതായത് ആരൊക്കെ നമുക്ക് നികുതി തരാനുണ്ട്, ആർക്കൊക്കെ നമ്മൾ ശമ്പളം കൊടുക്കാനുണ്ട്, അതുപോലെ തന്നെ കടം കൊടുത്തവർക്ക് എത്ര ശതമാനം പലിശയ്ക്കാണ് കൊടുത്തത്, അതുപോലെ തന്നെ ദൈവങ്ങൾക്ക് എവിടെയൊക്കെ നിലങ്ങളുണ്ട്, എവിടെയൊക്കെ പഴന്തോട്ടങ്ങളുണ്ട്, എവിടെയൊക്കെ മറ്റു കാര്യങ്ങളുണ്ട് എന്നുള്ളതെല്ലാം ഓർത്ത് വയ്ക്കുവാൻ പുരോഹിതർക്ക് കഴിയാതെ വന്നു. അപ്പോൾ ഈ ഒരു പ്രോസസ്സ് കൊണ്ടുപോകാനായിട്ട് വളരെ കഷ്ടപ്പെട്ടിരുന്നു ഒരു കാലത്ത്. പിന്നെ ഇതിൽ നിന്നൊക്കെ മനുഷ്യർക്ക് രക്ഷപ്പെടാൻ പറ്റിയത് എഴുത്തും പണവും കണ്ടുപിടിച്ചപ്പോഴാണ്. എഴുത്തും പണവും കണ്ടുപിടിച്ച് കഴിഞ്ഞപ്പോൾ ആയിരക്കണക്കിന് ആളുകൾക്ക് നികുതി കൊടുക്കുവാനും കൂട്ടിച്ചേർത്തി പ്രവർത്തിപ്പിക്കുവാനും വലിയ രീതിയിൽ ഒരുമിച്ച് പ്രവർത്തിക്കുവാനും ഒക്കെയുള്ള കഴിവ് മനുഷ്യൻ ആർജിച്ചെടുത്തു. അപ്പോൾ വീണ്ടും ഈ പറഞ്ഞ ദൈവങ്ങളുടെ സ്വത്തും അധികാരവും എല്ലാം
കൂടിക്കൂടി വന്നു. അതനുസരിച്ച് വലിയ രാജ്യങ്ങളായി പരിണമിച്ചു. അപ്പോൾ ഈ പുരോഹിതന്മാർ പിന്നീട് ഇവരുടെ റോളും അതുപോലെ തന്നെ വലുതായിക്കൊണ്ടിരുന്നു. അവർ പിന്നീട് ആ ഒരു ഏരിയനെ തന്നെ ഭരിക്കുന്ന രീതിയിൽ രാജാക്കന്മാരായിട്ട് മാറുകയായിരുന്നു. ഈ പറഞ്ഞ ദൈവങ്ങൾക്ക് വേണ്ടിയിട്ട് അവരുടെ ദാസരായിട്ടൊക്കെ ഭരിക്കുന്ന രാജാക്കന്മാരും അവർക്ക് ചുറ്റുവട്ടമുള്ള കൊട്ടാരങ്ങളും അങ്ങനെയൊക്കെയാണ് ഉണ്ടായി വന്നത്. നമുക്കറിയാം നമ്മുടെ നാട്ടിൽ പത്മനാഭസ്വാമി ക്ഷേത്രത്തെക്കുറിച്ച്. അവിടെ നിലവറയിൽ സൂക്ഷിച്ചിരിക്കുന്ന പൊന്നും പണത്തെക്കുറിച്ചൊക്കെ നമുക്കറിയാം. അപ്പോൾ ഈ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ ദാസന്മാരായിട്ടാണ് തിരുവിതാംകൂറിലെ രാജാക്കന്മാർ ഭരിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് നമുക്കറിയാം. അപ്പോൾ ഇങ്ങനെയുള്ള രീതികളെല്ലാം ഉണ്ടായി വന്നത് ഇതുപോലുള്ള സംസ്കാരങ്ങളിൽ നിന്നാണ്. ഈ ക്ഷേത്രങ്ങളെ ചുറ്റിപ്പറ്റിയാണ് ഈ വക പണങ്ങളെല്ലാം ഉണ്ടായി വന്നതും. മനുഷ്യർ ദൈവങ്ങൾക്ക് കൊടുത്തതെല്ലാം അത് രാജാക്കന്മാർ, അതായത് പുരോഹിതന്മാർ അവർക്ക് വേണ്ടി സൂക്ഷിച്ച് വയ്ക്കുകയും കൈകാര്യം ചെയ്യുകയും ഒക്കെയാണ് ചെയ്തത്. പക്ഷേ ഈജിപ്റ്റ് പോലുള്ള സംസ്കാരങ്ങളിൽ കുറച്ചുകൂടി വ്യത്യാസമുണ്ടായിരുന്നു. അവിടെ ദൈവത്തിന് വേണ്ടി ഭരിക്കുന്ന വെറും ഒരു രാജാവ് മാത്രമായിരുന്നില്ല, അവർ ആ രാജാവിനെ ദൈവമായി തന്നെയാണ് കണ്ടിരുന്നത്. അങ്ങനെയാണ് ഫറവോമാരെ ദൈവമാവുകയും അവർക്ക് വേണ്ടി പിരമിഡുകൾ പണിയുകയും ഒക്കെ ചെയ്തത്. അങ്ങനെയാണ് നമ്മുടെ നാടുകളിൽ ഈ പറഞ്ഞ രാജഭരണവും രാജരീതികളുമൊക്കെ നിലനിന്ന് വന്നത്. ഇങ്ങനെ ഒന്നിൽ നിന്ന് അടുത്ത പടിയായിട്ടാണ് പല കാര്യങ്ങളിലും മാറ്റം സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്ക് അടുത്ത അധ്യായത്തിൽ മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം. താങ്ക് യു.